ഹലോ നമസ്കാരം, രഞ്ജിത്ത്. നമ്മളുടെ ഒരു ദിവസം ഏറ്റവും എഫക്റ്റീവ് ആക്കുക എന്നുള്ളത് വളരെ നിർബന്ധമുള്ള കാര്യമാണ്. കാരണം നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമേ ഈ ഭൂമിയിലുള്ളൂ. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്ന ഓരോ ദിവസവും ഏറ്റവും എഫക്റ്റീവ് ആക്കേണ്ടത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ദിവസം ഏറ്റവും എഫക്റ്റീവായി ചെലവഴിക്കാൻ സാധിക്കുക? അതിനുള്ള 15 സ്റ്റെപ്പുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഏറ്റവും ആദ്യത്തെ കാര്യം, നമുക്കറിയാം ഏതൊരു കാര്യവും നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ കൃത്യമായ പ്ലാനിങ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഏറ്റവും നല്ല രീതിയിൽ ചെലവഴിക്കണമെങ്കിൽ അതിന് മുന്നുള്ള ദിവസം, അതിന് മുൻപത്തെ ദിവസം വൈകിട്ട് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് അടുത്ത ദിവസത്തിനെ കുറിച്ച് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഏകദേശം ഒരു 10-15 മിനിറ്റ് എടുത്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ നല്ല രീതിയിൽ അടുത്തൊരു ദിവസം പ്ലാൻ ചെയ്യാം. ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കാം, ചെയ്യേണ്ട ടാസ്കുകളെല്ലാം ലിസ്റ്റ് ഡൗൺ ചെയ്യാം. ഇതിനുവേണ്ടി നിങ്ങൾക്ക് ഗൂഗിൾ കലണ്ടർ പോലുള്ള ആപ്പുകൾ ഉപയോഗിക്കാം. ടൈം സ്ലോട്ട് അനുസരിച്ച് കൃത്യമായിട്ടുള്ള പ്ലാനുകൾ നിങ്ങൾക്ക് അടുത്ത ദിവസത്തിന് വേണ്ടി തയ്യാറാക്കാം. ഇങ്ങനെ തയ്യാറാക്കിയാൽ തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ എഫിഷ്യൻസി കൂടുന്നതായിട്ട് കാണാം. എല്ലാ ദിവസവും ഈ പ്ലാനിങ് തുടരുക. മാത്രമല്ല, അന്നത്തെ ദിവസത്തെ പ്ലാനിങ് അന്നത്തെ ദിവസം രാത്രി അനലൈസ് ചെയ്യുക, എത്രമാത്രം കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു എന്ന് നോക്കുക. സാധിക്കാത്ത കാര്യങ്ങൾ പിറ്റേ ദിവസം തന്നെ ചെയ്യാൻ വേണ്ടി റീസ്കെഡ്യൂൾ ചെയ്യുകയും ചെയ്യുക. ഇത് കണ്ടിന്യൂസ് ആയി ചെയ്താൽ ഒരു സംശയം വേണ്ട, നിങ്ങളുടെ ഒരു ദിവസം വളരെ എഫക്റ്റീവ് ആവും. രണ്ടാമത്തെ കാര്യം, പ്രയോറിറ്റൈസിങ് ദ ടാസ്കുകൾ എന്നുള്ളതാണ്. ടാസ്കുകളെ കൃത്യമായി പ്രയോറിറ്റൈസ് ചെയ്യാൻ നമുക്ക് കഴിയണം. ഏതൊക്കെ കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയത്, ഏതൊക്കെ കാര്യങ്ങളാണ് അർജൻ്റ് ആയത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും ഒരു 80-20 റൂളൊക്കെ, പാരറ്റോ പ്രിൻസിപ്പിളൊക്കെ നമുക്ക് അതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുകയും വേണം. മിക്കവാറും 20% ടാസ്കുകളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ആ 20% കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുകയും ആ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും വേണം. പലപ്പോഴും നമ്മളുടെ ഒരു ദിവസത്തെ സമയം മുഴുവൻ പോകുന്നത് ആവശ്യമില്ലാത്ത ടാസ്കുകളിൽ ഇൻഡൽജ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി മനസ്സിലാക്കുക ഏതൊക്കെ കാര്യങ്ങൾക്കാണ് മുൻഗണന കൊടുക്കേണ്ടതെന്ന്. അടുത്തത് ഒരു ടെക്നിക്കാണ്. മൂന്നാമത്തെ കാര്യം, അതിനെ ടൈം ബ്ലോക്കുകൾ എന്നാണ് പറയുന്നത്. കൃത്യമായ ടൈം ബ്ലോക്കുകൾ ഉപയോഗിക്കുക. ടൈം ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇമെയിൽ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി മാത്രമായി ഒരു സർട്ടൺ ടൈം ഡെഡിക്കേറ്റ് ചെയ്യുക. ഉദാഹരണത്തിന് കാലത്ത് 6 മുതൽ 6:30 വരെയുള്ള സമയം എല്ലാ ഇമെയിലുകളും ചെക്ക് ചെയ്യുകയും റിപ്ലൈ ചെയ്യുകയും ചെയ്യുമെന്ന് ക്ലാരിറ്റി ഉണ്ടാക്കുക. അങ്ങനെയാണെങ്കിൽ ആ സമയം മാത്രം എല്ലാ ദിവസവും ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായി നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. കൃത്യമായ എഫിഷ്യൻസി ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഏതെങ്കിലും പെർട്ടിക്കുലർ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ടൈം സ്ലോട്ടുകൾ ഉണ്ടാക്കുന്നതിനെയാണ് ടൈം ബ്ലോക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായി റിവ്യൂകൾ നടത്തുന്നതിന് വേണ്ടി, ഇമെയിലുകൾക്ക് റിപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി, ചില മിസ്ഡ് കോളുകൾ തിരിച്ചു വിളിച്ച് അതിന് റിപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി, റിവ്യൂകൾ നടത്തുന്നതിന് വേണ്ടി ഒക്കെ ആയിട്ട് കൃത്യമായിട്ടുള്ള ടൈം ബ്ലോക്കുകൾ സെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കുറേ കൂടി എഫിഷ്യൻ്റായി സമയം ഉപയോഗിക്കാൻ സാധിക്കും. നാലാമത്തെ പോയിന്റ് ഇതിനോട് ചേർത്ത് തന്നെയാണ് പറയാനുള്ളത്. അവോയ്ഡ് മൾട്ടി ടാസ്കിങ് എന്നുള്ളതാണ്. പലപ്പോഴും പല കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് വലിയൊരു കഴിവാണ് എന്നാണ് അവർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. പലപ്പോഴും മൾട്ടി ടാസ്കിങ് ചെയ്യുമ്പോൾ ഒരു ടാസ്കിലും നമ്മളുടെ എഫിഷ്യൻസി പൂർണ്ണമായി ഉപയോഗിക്കാൻ പറ്റാതെ വരുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഒന്നിലും മികച്ച റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ദയവ് ചെയ്ത് മൾട്ടി ടാസ്കിങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടാസ്കിൽ മാത്രം, അതും പ്രയോറിറ്റിയുള്ള ടാസ്കിൽ മാത്രം നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതിനകത്ത് ഏറ്റവും നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. അടുത്തത് റെഗുലറായിട്ടുള്ള ബ്രേക്കുകൾ എടുക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഈ പോമോഡോറോ ടെക്നിക്ക് എന്നൊക്കെ പറയുന്ന പോലുള്ള ടെക്നിക്കുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. 20-25 മിനിറ്റോ ഒക്കെ കണ്ടിന്യൂസ് ആയി ഒരു കാര്യത്തിൽ ശ്രദ്ധിച്ചതിന് ശേഷം വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് ബ്രേക്കൊക്കെ എടുക്കാവുന്നതാണ്. പലപ്പോഴും കണ്ടിന്യൂസ് ആയി ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് മടുപ്പ് അനുഭവപ്പെട്ടേക്കാം. അത് അതിൻ്റെ എഫിഷ്യൻസി കുറയ്ക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റൊക്കെ ബ്രേക്ക് എടുത്ത് കുറച്ചൊന്ന് ബ്രീത്ത് ഇനും ബ്രീത്ത് ഔട്ടും ഒക്കെ ചെയ്തതിന് ശേഷം, കുറച്ചൊന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം വീണ്ടും അതിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു റിഫ്രഷ്മെന്റ് ഉണ്ടാവും, ഒരു എനർജി ഉണ്ടാവും. അതുകൊണ്ട് ആവശ്യത്തിന് ബ്രേക്കുകൾ ഇടയ്ക്കിടെ എടുക്കാനായി ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഒപ്പം തന്നെ കൂട്ടിച്ചേർത്ത് പറയേണ്ട കാര്യം ഡിസ്ട്രാക്ഷനുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ചിലപ്പോൾ ജനാലയ്ക്ക് അടുത്തിരുന്ന് വർക്ക് ചെയ്യുന്ന ആളുകൾ പലപ്പോഴും പുറത്തേക്ക് നോക്കിയിരിക്കുന്നത് കാണാം. പുറത്ത് നടക്കുന്ന പല കാര്യങ്ങളിലും നമ്മളുടെ ശ്രദ്ധ പോകുന്നത് കാണാം. മൊബൈൽ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ മൊബൈലിൽ വരുന്ന നോട്ടിഫിക്കേഷനുകൾ ഇടയ്ക്കിടെ ശ്രദ്ധിക്കേണ്ടതായിട്ട് വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഡിസ്ട്രാക്ഷനുകൾ പ്രധാനമായി ഒഴിവാക്കാൻ ശ്രമിക്കുക. ചില ആളുകൾ TV വെച്ചുകൊണ്ട് ഫുഡ് കഴിക്കുന്നതും TV വെച്ചുകൊണ്ട് മറ്റു പല വർക്കുകളിൽ ഏർപ്പെടുന്നതും ഒക്കെ കാണാം. നമുക്ക് തോന്നും 2 കാര്യങ്ങളും ഒരുമിച്ച് നടക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. പക്ഷേ തെറ്റാണ്. പലപ്പോഴും നിങ്ങളുടെ വർക്ക് ഒരുപാട് സ്ലോ ആക്കുന്നുണ്ടാവും നിങ്ങളുടെ ഈ TV കാണൽ എന്ന് പറയുന്ന ആ പരിപാടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഡിസ്ട്രാക്ഷനുകളെ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക.
അതുപോലെ തന്നെ ഈ ടാസ്കുകൾ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള, നമുക്ക് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്ന ടാസ്ക് ആദ്യം ചെയ്യുക എന്നുള്ളതാണ്. അത് വളരെ പ്രധാനമാണ്. കാരണം നമുക്കൊരു പക്ഷേ ഒരു വലിയ കടമ്പയായി തോന്നിയേക്കാവുന്ന, അല്ലെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് തന്നെ നശിപ്പിച്ചേക്കാവുന്ന ഒരു കാര്യമായിരിക്കും മുന്നിൽ വരുന്നത്. അപ്പോൾ മുന്നിൽ ഇങ്ങനൊരു കടമ്പ വരുന്നുണ്ട് എന്നുള്ള തോന്നൽ തന്നെ നമ്മളുടെ പല കാര്യങ്ങളെയും ഇൻഎഫക്റ്റീവ് ആക്കാം. ഇത് ആദ്യം തന്നെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ കോൺഫിഡൻസ് ഉണ്ടാവും. ഇത്രയും വലിയൊരു ടാസ്ക് ഞാൻ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു, ഇനി ചെയ്യാനുള്ളതെല്ലാം ഇതിനേക്കാൾ ചെറിയ ടാസ്കുകളാണ്, എളുപ്പമുള്ള ടാസ്കുകളാണെന്നുള്ളൊരു ഫീല് നമ്മളെ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിക്കുക, ഏത് ടാസ്കാണോ ചെയ്യാൻ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ളത് അത് ആദ്യം തന്നെ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ എപ്പോഴും നമ്മൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, 8ാമത്തെ സ്റ്റെപ്പായിട്ട് പറയാവുന്ന കാര്യമാണ്, ഇത് കൃത്യമായ ഗോളുകൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ കൃത്യമായി അളക്കാൻ പറ്റുന്ന ഗോളുകൾ കൂടിയാവണം. അപ്പോൾ ഇന്ന ഒരു കാര്യം ചെയ്യാമെന്നുള്ളത് മാത്രമല്ല സെറ്റ് ചെയ്യേണ്ടത്, ഇന്ന ഒരു കാര്യം എത്രമാത്രം, എത്ര രീതിയിൽ, അല്ലെങ്കിൽ എത്ര തവണ, അല്ലെങ്കിൽ എത്ര ആവുന്നത് വരെ എന്നൊക്കെ പറയുന്ന സ്പെസിഫിക് ആയിട്ടുള്ള നമ്പർ വെച്ചുകൊണ്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് എഫക്റ്റീവായിട്ട് ഇത് വർക്കൗട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് ഗോളുകൾ സെറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തന്നെ ഉറപ്പിക്കുക. അടുത്തത് ഒരുപക്ഷെ എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ടതും പല ആളുകളും ശ്രദ്ധിക്കാത്തതുമായ ഒരു കാര്യമാണ്, ഒരു ഹെൽത്തി റൂട്ടീൻ ശീലിക്കുക എന്നുള്ളതാണ്. എക്സസൈസ് കൃത്യമായിട്ട് ചെയ്യുക, നമ്മളുടെ ഹെൽത്തിനെ ടേക്ക് കെയർ ചെയ്യുക, നമ്മളുടെ എല്ലാ ദിവസത്തിനെയും വളരെ എഫക്റ്റീവ് ആക്കാൻ മെൻ്റലി ആൻഡ് ഫിസിക്കലി നമ്മൾ തയ്യാറെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കാലത്ത് തന്നെ ഒരു എക്സസൈസിലും പിന്നെ ഒരു മെഡിറ്റേഷനിലും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ദിവസത്തിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് സത്യം. മറ്റൊന്ന് 2 മിനിറ്റ്സ് റൂൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതായത് ഏതെങ്കിലും ഒരു ടാസ്ക് ചെയ്യാൻ 2 മിനിറ്റേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂവെങ്കിൽ അതിനെ പോസ്റ്റ്പോൺ ചെയ്യാതിരിക്കുക, അപ്പോൾ തന്നെ ചെയ്യുക. അത് നിങ്ങൾക്ക് വലിയ കോൺഫിഡൻസ് ഉണ്ടാക്കും. മാത്രമല്ല ആ ടാസ്ക് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളൊരു ഫീല് നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ വളരെ ചെറിയ ടാസ്കുകൾ എത്രയും പെട്ടെന്ന് പോസ്റ്റ്പോൺ ചെയ്യാതെ, പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യാതെ അപ്പോൾ തന്നെ ചെയ്യുക എന്നുള്ളതാണ് 2 മിനിറ്റ്സ് റൂൾ. അത് പ്രയോഗത്തിൽ വരുത്തുക. അടുത്തത് നമ്മൾ വളരെ ഓർഗനൈസ്ഡ് ആവുക എന്നുള്ളതാണ്, വളരെ ഡിസിപ്ലിൻഡ് ആവുക എന്നുള്ളതാണ്, ടൈം കൃത്യമായിട്ട് പാലിക്കുക എന്നുള്ളതൊക്കെയാണ്. പലപ്പോഴും കൃത്യമായിട്ടുള്ള ടൈം പാലിക്കുന്നത് നമ്മൾ വളരെ കുറവാണ്. പ്രത്യേകിച്ചും മലയാളികളൊക്കെ വളരെ മോശമാണ് ആ കാര്യത്തിൽ. പലപ്പോഴും ഞാൻ ട്രെയിനിങ്ങുകളൊക്കെ വെക്കുന്ന സമയത്ത് 3 മണിക്കാണ് ട്രെയിനിങ് എങ്കിൽ പല ആളുകളും എത്തി വരുമ്പോഴേക്കും 3:30 4 മണിയൊക്കെ ആവുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത് കേരളത്തിലാണ് ഏറ്റവും കൂടുതലുള്ളത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ഡിസിപ്ലിൻഡ് ആവാനായിട്ട് ശ്രമിക്കുക, ഓർഗനൈസ്ഡ് ആവുക, സാധനങ്ങൾ അടുക്കി വെക്കുക, കൃത്യമായ സ്ഥലങ്ങളിൽ വെക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അനാവശ്യമായിട്ട് ഇത് തപ്പിയിട്ട് സമയം കളയേണ്ട ആവശ്യമില്ല. എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. കൃത്യമായി ഇപ്പോൾ 5S പോലുള്ള ജാപ്പനീസ് ടെക്നിക്കുകൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. കൃത്യമായിട്ട് ഇത് അടുക്കി വെക്കാനും എവിടെ വെക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്താനും കൃത്യമായി ക്ലീൻ ചെയ്ത് വെക്കാനും കൃത്യമായി അത് ഓപ്പറേറ്റിംഗ് ആണ് അല്ലെങ്കിൽ അതിന് പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളത് ഉറപ്പുവരുത്താനും ഒക്കെ ഇത് നമ്മളെ ഒരുപാട് സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓർഗനൈസ്ഡ് ആവുക, ഡിസിപ്ലിൻഡ് ആവുക, ടൈം മാനേജ്മെൻറ്റ് കീപ്പ് ചെയ്യുക. അടുത്തത് മീറ്റിങ്ങുകൾ ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ലിമിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൃത്യമായ സ്പെസിഫിക് ആയിട്ടുള്ള അജണ്ടയോട് കൂടി വേണം മീറ്റിങ്ങുകൾ കൂടാനായിട്ട്. ഞാൻ കണ്ടിട്ടുള്ള മീറ്റിങ്ങുകളിൽ 90% മീറ്റിങ്ങുകളും കഥ പറച്ചിലുകൾ മാത്രമാണ്. ആവശ്യമില്ലാത്ത കഥകൾ പറഞ്ഞുകൊണ്ട് മീറ്റിങ്ങിൻ്റെ സമയം വെറുതെ വലിച്ചു നീട്ടുന്നതാണ് കണ്ടിട്ടുള്ളത്. വളരെ സ്പെസിഫിക്കായി അജണ്ട ബുള്ളറ്റ് പോയിൻറ്റ്സായി പറഞ്ഞുകൊണ്ട് തന്നെ അതിനെ വളരെ കൃത്യമായി അഡ്രസ്സ് ചെയ്താൽ മീറ്റിങ്ങുകൾ നിങ്ങൾക്ക് എഫക്റ്റീവ് ആക്കാം. 13ാമത്തേത് ട്രാക്കിംഗ് യുവർ പ്രോഗ്രസ് എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ പൈപ്പ് ലൈനിലായിരിക്കും. പക്ഷേ ഇതിൻ്റെ പ്രോഗ്രസ് നമ്മൾ കൃത്യമായി ട്രാക്ക് ചെയ്യണം. എത്രമാത്രം മുന്നോട്ട് പോയിട്ടുണ്ട്, എത്രമാത്രം ഇനി ചെയ്യാനുണ്ട് എന്നുള്ളതൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് എഫക്റ്റീവായിട്ട് നമുക്കത് ഫിനിഷ് ചെയ്യാൻ സാധിക്കുക, ഫോർകാസ്റ്റ് ചെയ്യാനൊക്കെ സാധിക്കുക. അപ്പം അതുകൊണ്ട് തന്നെ ഏതൊരു പ്രോസസ്സാണെങ്കിലും അതിൻ്റെ പ്രോഗ്രസ്സിനെ ട്രാക്ക് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്, മസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. അടുത്തത് ലേണിംഗ് ടു സേ നോ എന്നുള്ളതാണ്. പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറയുക, വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറയുക ഏറ്റവും പ്രധാനപ്പെട്ട സ്കില്ലുകളിലൊന്നാണ്. പല ആളുകളും നോ എന്ന് പറയാൻ മടിച്ചുകൊണ്ട് നമ്മുടെ സമയം വെറുതെ കളയുന്നത് കാണാം. പലപ്പോഴും ഏതെങ്കിലും ഒരു സെയിലിൻ്റെ കാര്യത്തിലാണെങ്കിൽ ചിലപ്പോൾ നമ്മളെ ആരെങ്കിലും വിളിച്ചതായിരിക്കും. ഒരു ബാങ്ക് ലോൺ വിൽക്കുന്നതിന് വേണ്ടി ഒരാൾ വിളിച്ചാൽ വേണമെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. ചില ആളുകൾ പറയും നാളെ ഒന്ന് വിളിക്കൂ, വേണ്ട എന്നുള്ളതാണ് ഉത്തരം. എങ്കിലും ചിലപ്പോൾ പറയും നാളെ വിളിക്കൂ.
എന്താ ആക്ച്വലി സംഭവിക്കുന്നത്? നിങ്ങളുടെ സമയം ഇപ്പോൾ ഓൾറെഡി കളഞ്ഞു, നാളെയും അവർ കളയാൻ പോവുകയാണ്, മറ്റന്നാളും കളയാൻ പോവുകയാണ്. ഒരുപാട് നാളിങ്ങനെ സമയം കളഞ്ഞതിന് ശേഷം അവസാനം ഒരുപക്ഷെ നിങ്ങൾ വേറെ മാർഗമില്ലാതെ നോ പറയും. ഈ നോ ആദ്യമേ പറഞ്ഞൂടെ? എത്ര സമയം നമുക്ക് ലാഭിക്കാം. അപ്പോൾ പലപ്പോഴും ഇത്തരത്തിൽ, ഇതൊരു ചെറിയ എക്സാമ്പിൾ മാത്രമാണ്, ഇതുപോലെ നമ്മളുടെ ഡെയിലി ലൈഫിലും നമ്മുടെ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലുമൊക്കെ നോ പറയേണ്ട ഒരുപാട് സന്ദർഭങ്ങളുണ്ടാകും. ഈ സന്ദർഭങ്ങൾ കൃത്യമായി തിരിച്ചറിയുകയും ആവശ്യമുണ്ട് എന്ന് തോന്നുന്നിടത്ത് നിങ്ങൾ നോ പറയുകയും, നോ പറയണമെന്ന് ആവശ്യമുണ്ട് എന്ന് തോന്നുന്നിടത്ത് കൃത്യമായി നോ പറയുകയും ചെയ്യുക എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ്. അവസാനത്തെ കാര്യം, നിങ്ങളുടെ ഡേ അവസാനിപ്പിക്കുന്നത് മേ ബി കിടക്കുന്നതിന് മുമ്പായി നിങ്ങളുടെ ആ ഡേ ഒന്ന് റിവ്യൂ ചെയ്യുക. എന്തൊക്കെയാണ് ഇന്ന് ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്തത്, എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് എൻ്റെ പരിശ്രമങ്ങളിൽ ഉണ്ടായത്, അല്ലെങ്കിൽ എൻ്റെ ബിഹേവിയറിൽ ഉണ്ടായത്, എന്തൊക്കെ മാറ്റങ്ങളാണ് ഞാൻ വരുത്തേണ്ടത്. ഒരു ഡെയിലി റിഫ്ലക്ഷൻ ഇത് കൃത്യമായി നമുക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്നുണ്ടായിരുന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ല ഒരു മനുഷ്യനായി നമുക്ക് നാളെ ജീവിക്കാൻ സാധിക്കും. ഇങ്ങനെ കൃത്യമായിട്ടുള്ള പോയിന്റുകൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു ദിവസം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയാം, ഒരു വർഷം കഴിയുമ്പോഴേക്കും ഒരുപക്ഷെ നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വളരെ 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 എഫക്റ്റീവായിട്ടുള്ള ഒരു പേഴ്സണായി നിങ്ങൾ തന്നെ മാറും. അപ്പോൾ ഒന്നുറപ്പിച്ചോളൂ, ഈ പറയുന്ന ടെക്നിക്കുകളെല്ലാം ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗിച്ച് തുടങ്ങിക്കോളൂ. ഇതിനുവേണ്ടി ഗൂഗിൾ കലണ്ടറോ ഗൂഗിൾ കീപ്പോ എവർനോട്ടോ ഒക്കെ പോലുള്ള നോട്ട് ആപ്പുകൾ ഉപയോഗിക്കാവുന്നതാണ്. വളരെ മനോഹരമായി അവ നമ്മെ ഓർമ്മിപ്പിക്കും. അവ നമുക്ക് നമ്മുടെ പിയേഴ്സിൻ്റെ അടുത്ത് ഇത് ഷെയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മളുടെ ഇമെയിലിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് സഹായിക്കും. പലതരത്തിൽ നമ്മളിത് ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കും. തീർച്ചയായും നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള ദിവസങ്ങൾ ആശംസിക്കുകയും ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്.